നമ്മുടെ ജെൻറ്റിങ് യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലെത്തി ഫ്രഷായി നമ്മൾ രാത്രിയിൽ കോലാലംപൂർ സിറ്റിയിൽ ഒരു ഡിന്നർ കഴിക്കാൻ പോവാണ്. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതേ ഹോട്ടലിൽ വന്നതിന് ശേഷം ഒന്ന് ഫ്രഷപ്പായിട്ട് തിരിച്ചു വന്നു. ഇതാണ് നമ്മുടെ ഹോട്ടൽ. അതിന് തൊട്ട് പുറകിൽ തന്നെ പെട്രോണാസ്. അവിടെ ലൈറ്റ് കാണാം കേട്ടോ, പെട്രോണാസ്. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. നമ്മുടെ മലേഷ്യയിൽ 1-2 ഫാമിലി ഉണ്ട്. മസൈമാറിൽ ടൂർ വന്ന ആ ഫാമിലി അന്ന് പരിചയപ്പെട്ട അവരെ കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ മലേഷ്യയിൽ വെൽഫെയറിൻ്റെ കളിയാണ്. ആ ടൊയോട്ടയുടെ കാറ് കണ്ടമാനം വണ്ടി ഞാനിവിടെ കണ്ടു. എവിടെ നോക്കിയാലും വെൽഫെയറാണ്. ഇന്ത്യയിലെ ഒരു ലോക്കൽ ലൈഫ് ഇതൊക്കെയാണ്. ആൾക്കാരെല്ലാം ജോലി കഴിഞ്ഞ് പലരും വീട്ടിലോട്ട് പോകുന്നു. കടകളൊക്കെ ഇങ്ങനെ എംറ്റി ആയിട്ട് തുറന്നിരിപ്പുണ്ട്. വളരെ ഒരു ശാന്തം മൂകം ആയിട്ടിരിക്കുന്ന മാർക്കറ്റായിട്ട് തോന്നി മലേഷ്യ കോലാലംപൂർ നമ്മളുടെ ഈ വരവിൽ. കാര്യമായിട്ട് വലിയ തിരക്ക് ഈവൻ റോഡിലൊന്നും കാണുന്നില്ല. വെൽഫെയർ കണ്ടോ, അതാ അവിടെ പോകുന്നു വെൽഫെയർ കണ്ടോ. അതിൻ്റെ ബാക്കിലാണ് പെട്രോണാസ് ടവർ. ഈ സ്കൈ ബ്രിഡ്ജ് കണ്ടോ, അത് ഇതുവരെ നേരെ പോയാൽ നമുക്ക് പെട്രോണാസ് ടവറിൽ ആ സൈഡിലോട്ട് പോകാം. അതുകൊണ്ട് ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് പെട്രോണാസ് ടവറിലോട്ട് നടന്നു പോകാം. ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ബുക്കിംഗ് ബന്താങ് എന്ന് പറഞ്ഞ വോക്ക് സ്ട്രീറ്റിലോട്ട് പോകാം. ഇത് രണ്ടും നടക്കും. നൊവോട്ടൽ അങ്ങനെ ഹോട്ടലിൽ നടന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു നൊവോട്ടൽ പ്രോപ്പർട്ടി ഉണ്ട്. അടിപൊളി ലുക്കാണ് കാണാൻ. പക്ഷേ സിറ്റി ആകെപ്പാടെ ഒരു മയങ്ങി കിടക്കുന്നു. അവിടെ ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ബെഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇവ നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിലും ഉണ്ടായിരുന്നു. അതിപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അതൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റ് പേര് ഹക്ക എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫാമിലി ഉണ്ടെന്ന്. അവരിവിടെ വരാമെന്നാണ് പറഞ്ഞത്. ഇത് വെൽഫെയർ. പക്ഷേ ഇത് വെൽഫെയർ വെൽഫെയർ തന്നെ. അത് വേണ്ടടാ പോകുന്ന അടുത്ത വെൽഫെയർ. ഞാനിപ്പോൾ ഈ അടുത്ത ടൈമിൽ തന്നെ ഇവിടെ ഒരു 15 വെൽഫെയറിനെ കണ്ടു. അതാണ്ട് വെൽഫെയറിൻ്റെ ഒരു കൂട്ടം ഇവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്നു. ഇതൊക്കെ ഈ ഹക്ക റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്ന ടീമുകളാണ്. ഇതാ ഒരു വെൽഫെയർ ഇവിടെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നുന്നു കോലാലംപൂരിൽ ഇത്രയും വെൽഫെയർ. ഞാൻ ഈ വണ്ടി സൗദി അറേബ്യയിൽ റിയാദിൽ ഇത്രയും കണ്ടിട്ടില്ല. ഇങ്ങനെ ഇത് നോക്ക്, ഇത് മുഴുവൻ വെൽഫെയർ. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നവരാണ്. ഇതാ ഇവിടെ ഒരു വെൽഫെയർ. ടോട്ടലി വെൽഫെയറിൻ്റെ ബഹളം. എന്തൊക്കെയോ മലേഷ്യൻ ഡിഷ്, ചൈനീസ് ഡിഷ് വന്നിട്ടുണ്ട്. കണ്ടമാനം ഫുഡ് വന്നിരിക്കുന്നത്. ഇതൊക്കെ കഴിച്ച് തീർക്കുമോ? ഈ റൂഫ് ഒന്ന് ക്ലോസ് ആവുക കേട്ടോ. നമ്മൾ ഇതുവരെ ഓപ്പൺ എയറിലിരുന്നാണ്. ഈ റൂഫ് ഒന്ന് ഇത് ക്ലോസ് ചെയ്യുക. അതാ അത് കൊള്ളാം. ഇവിടെ ഡിന്നർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്.
ഹലോ, നമ്മൾ വന്ന് കഴിച്ച റെസ്റ്റോറൻറ്റ് പേര് ഹക്ക. ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വിടുവാണ്. ദാ ഡിന്നർ കഴിഞ്ഞു, ഇവിടെ നിന്ന് പതുക്കെ പിരിയുന്നു. ഫാമിലി എല്ലാം ഇവിടെ നിന്ന് പിരിഞ്ഞു. നമ്മളിപ്പോൾ വന്നിട്ട് ആ ഒരു വോക്കിൻ സ്ട്രീറ്റിലൊന്ന് പോകാൻ വേണ്ടി ഇറങ്ങി. നേരെ പെട്രോണാസിൽ പോകാം, അല്ലെങ്കിൽ ആ വോക്ക് സ്ട്രീറ്റ് വരെ ഒന്ന് പോകാം, നോക്കാം. നമ്മൾ ആ വോക്ക് വേ കൂടെ പോവാണ്. ബുക്കിറ്റ് ബന്താങ്, ബുക്കിറ്റ് ബിന്താങ്. ഇവിടെയൊക്കെ ഒത്തിരി പേരിങ്ങനെ ബഗേഴ്സ് ഇരിപ്പുണ്ട്. ഏത് രാജ്യക്കാരാണെന്ന് അറിയില്ല, പക്ഷെ കണ്ടമാനം ആൾക്കാർ ഇവിടെ കാണാം. ബുക്കിറ്റ് ബിന്താങ് എന്നാണ് ഇതിന് പറയുന്നത്, വോക്ക് വേ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇല്ലായിരുന്നു. ഇതിപ്പം വോക്ക് വേ പുതുതായിട്ട് ഉണ്ടാക്കിയ, പുതിയെന്ന് പറഞ്ഞാൽ ഒരു മേ ബി ഒരു 5-6 ഇയറോ വല്ലതും ആയി കാണും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ ഇതില്ല ഇവിടെ. അപ്പം ഈ നടന്നു പോകേണ്ടവർക്ക് വഴി കൂടെ നടക്കുകയോ വേണ്ട, ഇതുവഴി നടന്നാൽ മതി. നമ്മൾ അവിടെ നിന്ന് നടന്ന് ഈ ഒരു ഭാഗത്തെത്തി. ഇത് പെട്രോണാസ് ടവറിൻ്റെ ഒരു ഭാഗമാണ്, ട്വിൻ ടവേഴ്സ്. ഇവിടെയുണ്ട് ഒരു അക്വേറിയമൊക്കെ, സ്റ്റാർബക്സ്. ഇതൊക്കെ അടച്ച്. നമ്മളിപ്പോൾ വന്നപ്പോഴത്തേക്കും 10:30 മണിയായി. അതാണ് ഓൾമോസ്റ്റ് ക്ലോസ് ആയി. നമ്മൾ ഡിന്നർ കഴിച്ചെടുത്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്തതാണ്. നമ്മളങ്ങനെ പെട്രോണാസ് ടവറിൻ്റെ മെയിൻ ഗേറ്റിന് അങ്ങോട്ട് പോവാണ്. ഇദ്ദേഹം നമ്മളെ ആ വഴി കാണിക്കാൻ വേണ്ടി വന്ന, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റി. അപ്പോൾ ഇതുവരെ പറഞ്ഞ് നമ്മൾ പെട്രോണാസ് ടവറിൽ എത്തിയെന്ന് പറഞ്ഞത് അതിൻ്റെ ആ ടവറിൻ്റെ വേറൊരു സൈഡാണ്. ടവർ ഇതാ ഇവിടെ. പെട്രോണാസ് ടവർ നമ്മുടെ മുന്നിൽ അങ്ങനെ നിൽപ്പുണ്ട്. അതിന് തൊട്ടപ്പുറം 4 സീസൺ ഹോട്ടൽ തല ഉയർത്തി നിൽക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ വേറെ ഒരു വലിയ സ്കൈ ലൈൻ ബിൽഡിങ് നിൽക്കുന്നു. ഈ പെട്രോണാസ് ടവറിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. നമ്മളതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ എത്തും. കുറേ ഹൈ റൈസ് ബിൽഡിങ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടതെന്നുള്ളത് നോക്കി ഇങ്ങനെ നടക്കുക. ഈ പെട്രോണാസ് ടവർ തേടിയാണ് നമ്മൾ നടക്കുന്നത്. ഇവിടെ ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നു ആ വെളിയിൽ കൂടെ പോകണം. അപ്പോൾ ആ വെളിയിൽ കൂടെ പോകണം. മലേഷ്യ ഈ കാണുന്ന ഹോട്ടലാണ്. ഇവിടെ എല്ലാം അടിപൊളി ഹൈഫൈ ബിൽഡിങ്സ് ആണ് മുഴുവൻ. ഭയങ്കര വലിയ ബിൽഡിങ്സ്. അതാ ഈ കാണുന്ന ഏതോ ഒരു ഹോട്ടലാണ്. ഇത് മണ്ടാരിൻ ഓറിയൻ്റൽ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇപ്പോൾ ചൈനീസ് ന്യൂ ഇയർ എന്താ നടക്കുന്നുണ്ട്, കണ്ടമാനം ചൈനീസ് ഉണ്ട് ഇവിടെ. ഇത് മുഴുവൻ മണ്ടാരിൻ ഓറിയൻ്റൽ ഹോട്ടലാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അതിൻ്റെ തൊട്ട് പുറകിൽ 4 സീസൺ ഉണ്ടായിരുന്നു. ഇതും ഒരു ഹോട്ടൽ തന്നെയാണ്. ഇതൊരു അപാര ബിൽഡിങ്ങാണ്, ഭയങ്കര ബിൽഡിങ്.
ഇതാണ് നമ്മുടെ പെട്രോണാസ് ടവർ. ഈ ബിൽഡിംഗ് ഇതിൻ്റെ തൊട്ടടുത്ത് വന്നു സൂര്യ KLCC എന്ന് പറഞ്ഞൊരു ബിൽഡിങ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ അങ്ങ് പകുതി മറച്ചു കളഞ്ഞു പെട്രോണാസ് ടവറിന്. നമ്മളങ്ങനെ പെട്രോണാസ് ടവറിൻ്റെ മുന്നിലെത്തി. ഇവിടെ എല്ലാം ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഭയങ്കര തള്ള. അവർ പ്രൊഫഷണലി അത് എടുത്തു തരും. ഇവിടെ 10 റിങ്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോട്ടോയ്ക്ക് ഇതിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഈ പെട്രോണാസ് ടവറിൻ്റെ ഈ ഫോട്ടോസൊക്കെ ഗ്രൂപ്പായിട്ട് ഒരു 10 രൂപ എടുത്തിട്ട് 50 റിങ്കറ്റൊക്കെ ചെയ്ത് തരും. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ ഫോട്ടോഗ്രാഫറോട്, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഇത് എടുക്കാൻ നിൽപ്പുണ്ട്. അവർ നമുക്ക് എടുത്തു തരും. ഒരെണ്ണത്തിന് 10 പറയുന്നത്. പക്ഷേ 10-15 എടുത്തിട്ട് മൊത്തമായിട്ട് അവരൊരു 50-40 ഒക്കെ തരും റിങ്കറ്റ്. സൗദി റിയാൽ പോലെ 40 സൗദി റിയാൽ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും റീസണബിളാണ്. ഉണ്ടോ ഓരോരുത്തരുടെ ഇവിടെ എടുക്കുന്ന ഇങ്ങനെ. ഇതൊരു പബ്ലിക് ബാങ്കാണ്. ഇത് എല്ലാ ബിൽഡിങ്ങും ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ വന്ന ഹോട്ടൽസാണ്, ബാങ്കുകളും അങ്ങനെ. ഇതിൻ്റെ മുന്നിൽ ഒന്നുമില്ലായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത്. പക്ഷെ 10-12 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് മാത്രമേ ഉള്ളൂ വ്യൂ. ബാക്കിയെല്ലാം പഴയ മറ്റ് പല ബിൽഡിങ്ങുകളും വന്ന് അടഞ്ഞു. കണ്ട് ഇതിൻ്റെ ചുറ്റിനും സൈഡിലൊക്കെ ബിൽഡിങ്ങായി. നേരത്തെ ഈ ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പെട്രോണാസ് ടവറെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ ഹോട്ടൽ ലക്ഷ്യമാക്കി വന്നു. അതിന് തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങി. ഇന്ന് മൊത്തത്തിൽ ഫുൾ തിരക്കായിരുന്നു ഈ ദിവസം. നാളെ ഇപ്പം നമ്മൾ ഇവിടുന്ന് നേരെ സിംഗപ്പൂർ പോവുകയാണ്. ഈ കാണുന്നതാണ്, തൊട്ടടുത്ത് കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോളിഡേ ഇൻ ഹോട്ടൽ. ഇനിയിപ്പം രാവിലെ ഏർലി മോർണിംഗ് തന്നെ നമ്മുടെ ഫ്ലൈറ്റാണ് സിംഗപ്പൂരിന്. അതിന് ശേഷം തിരിച്ച് നമ്മൾ ലങ്കാവിയിലോട്ട് വരും. അങ്ങനെ പിന്നെയും നമ്മൾ മലേഷ്യക്ക് വരുന്നുണ്ട് 2 പ്രാവശ്യം. അപ്പം നമുക്കിനിയും അടുത്ത സിംഗപ്പൂർ യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.